നമ്മുടെ 227 എന്ന പേപ്പർ ആണ്. അതിൽ ഡോക്യുമെന്റ് പ്രോസസിംഗ് പ്രാക്ടീസ് എന്നാണ് പേപ്പറിന്റെ പേര്. നമ്മളതിൽ ത്രീ ബ്ലോക്സ് ആണ് ഉള്ളത്. ബ്ലോക്ക് 1 ക്ലാസിഫിക്കേഷൻ BDC 19th എഡിഷൻ ആണ്. അതിൽ 7 യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, then we can go. ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BDC 19th എഡിഷന്റെ ഇൻട്രൊഡക്ഷൻ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഡിവൈഡ് ഡെസിമൽ ക്ലാസിഫിക്കേഷൻ 19th എഡിഷന്റെ ആണ്. ദെൻ ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് നമ്മൾ പറയുന്നത് സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് BDC പറയുന്നുണ്ട് 19th എഡിഷന്റെ. പിന്നെ നൊട്ടേഷൻ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ദെൻ തേർഡ് വൺ ബേസിക് പ്ലാൻ, 10 മെയിൻ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ അതിന്റെ 3 ഡിജിറ്റ്സ് കൺവെൻഷൻ പറയുന്നുണ്ട്. ഫോർത്ത് വൺ 3 വോള്യൂംസ് ഉണ്ട്. ടേബിൾസ്, ഷെഡ്യൂൾസ്, ഇൻഡെക്സ് and 3 വോള്യൂംസ് ഉണ്ട്. ദെൻ ഫിഫ്ത്ത് ട്രാൻസ്ക്രിപ്ഷൻ, ഡോട്ടും സ്പേസും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിട്ടും നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ റോഡ് മാപ്പ് ആയിട്ട് പറയാം നമുക്ക്. ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി പറയുന്നുണ്ട്. BDC 19th എഡിഷൻ അതിന്റെ ഒരു ഹിസ്റ്ററി, ചരിത്രം പറയുന്നുണ്ട്. പിന്നെ നൊട്ടേഷൻ, ഡെസിമൽ നൊട്ടേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിവൈഡ് ഡെസിമൽ ക്ലാസിഫിക്കേഷന്റെ ഡെസിമൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ ബേസിക് പ്ലാൻ, 10 മെയിൻ ക്ലാസ്സസ് ഉണ്ട്. ആ 10 മെയിൻ ക്ലാസ്സസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 100 ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. 100 ഡിവിഷൻ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 1000 സെക്ഷൻസ് ആക്കിയിട്ടുണ്ട്. പിന്നെ 3 വോള്യൂംസ്. വോള്യൂം 1 ഇൻട്രൊഡക്ഷനും ടേബിൾസും പറയുന്നുണ്ട്. Then volume 2 schedule and hierarchy, volume 3 relative index. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ റൂൾ, ഡോട്ടും സ്പേസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്സൊലീറ്റ് എൻട്രീസ്, ടൈപ്പ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് അവിടെ നമ്മൾ പറയുന്നുണ്ട്. Then we can move introduction to DDC. എന്താണ് DDCന്റെ പർപ്പസ്? മെയിൻ പർപ്പസ് എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിക് ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, നമ്മളുള്ള സബ്ജക്ട് വൈസ് ആണ് നമ്മൾ ലൈബ്രറീസിലൊക്കെ ബുക്സ് അറേഞ്ച് ചെയ്യുന്നത്. സോ ഒരു പാറ്റേൺ ലൈബ്രറിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസർ ലൈബ്രറിക്ക് വരുന്ന സമയത്ത് ലൊക്കേറ്റ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും ഡോക്യുമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലൈബ്രറിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്കിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള അവർ ഓൺ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സ്യൂട്ടബിൾ എന്താണ്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഡ്യുവേ ഡെസിമൽ ക്ലാസിഫിക്കേഷൻ ആണ്. അത് ഡിവൈസ് ചെയ്തത് മെൽവിൽ ഡ്യുവേ ആണ് ഇൻ 1873. ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1876 ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഡിവൈസ് ചെയ്തത് 1873 ബട്ട് പബ്ലിഷ് ചെയ്തത് ആഫ്റ്റർ 3 years 1876. ഓക്കെ, ദെൻ എവല്യൂഷൻ ഓഫ് എഡിഷൻസ്. ഫസ്റ്റ് എഡിഷൻ വന്നത് 1876 15th എഡിഷൻ വന്നത് 1952 ഫസ്റ്റ് എഡിഷൻ ടു 15th എഡിഷൻ വരെ ഓൺലി 1 വോള്യൂം പബ്ലിഷ്, അത് ഒരു വോള്യൂം മാത്രമായിട്ടാണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ 16th എഡിഷൻ 1958 വന്നു, അത് 2 വോള്യൂംസ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിന് നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് വൺ 1971 18th എഡിഷൻ വന്നു. 1979 19th എഡിഷൻ വന്നു. അത് പബ്ലിഷ് ചെയ്തത് ഇഷ്യൂഡ് ഇൻ 3 വോള്യൂംസ് ആണ്. അപ്പൊ പ്രോസസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഒരുപാട് വന്നു. 1989 20th എഡിഷൻ വന്നു. 21st എഡിഷൻ 1996 വന്നു. 22nd എഡിഷൻ 2003 വന്നു. ദെൻ ഫൈനലി 23rd എഡിഷൻ 2011 വന്നു. ഇതൊക്കെ 4 വോള്യൂംസ് ആയിട്ടാണ് വന്നത്. അപ്പൊ നിലവിൽ ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് 23rd എഡിഷൻ ആണ് 2011 പബ്ലിഷ് ആയത്. ഇതാണ് ഒരു എഡിഷൻസിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. 19th എഡിഷൻ ഓഫ് DDCന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പബ്ലിഷ് ചെയ്തത് 1979 3 വോള്യൂംസ് ആയിട്ടാണുള്ളത്. അത് ഏതൊക്കെയാ വോള്യൂം സെറ്റ്? വോള്യൂം 1 ഇൻട്രൊഡക്ഷനും ടേബിൾസും പറയുന്നുണ്ട്. വോള്യൂം 2 ഷെഡ്യൂൾസ് ആണ്. വോള്യൂം 3 റിലേറ്റീവ് ഇൻഡെക്സ് ആണ്. ഈ DDC എന്ന് പറയുന്നത് ഒരു നമ്പർ, ഇത് സബ്ജക്റ്റിന് ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്, ഒരു നമ്പർ ബിൽഡിംഗ് മെഷീൻ ആണ്. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് 3361. എഡിറ്റർ ബെഞ്ചമിൻ എ കസ്റ്റർ ആണ്. അതിന്റെ പബ്ലിഷർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് പ്രസ് ആണ്. ദാറ്റ്സ് ഓൾ, ഒരു ഔട്ട്ലൈൻ ഓഫ് അബൌട്ട് 19th എഡിഷൻ ഓഫ് DDC. Then we can move to the notation. What is notation? Notation means ഒരു സിസ്റ്റമാറ്റിക് സീരീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഹാൻഡ് സിമ്പിൾസിന്റെ സിസ്റ്റമാറ്റിക് സീരീസ് ആണ്. എന്തിനാണ് ആ സിമ്പിൾസ് ഡിനോട്ട് ചെയ്യുന്നത്? ആ ഇതിനകത്തുള്ള ക്ലാസസും അതിന്റെ സബ് ഡിവിഷൻസും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അതിന്റെ റിലേഷൻഷിപ്പ്, സബ്ജക്ട്സ് തമ്മിൽ റിലേഷൻഷിപ്പും അവിടെ കാണിക്കുന്നുണ്ട്. അത് ബുക്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഫിലിമില് നമ്മളെ ഫിലിം എങ്ങനെ കാണുന്നു? ആക്ടേഴ്സിലൂടെ കാണുന്നു. ആക്ടേഴ്സ് അവരത് സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് അതിന്റെ അഭിനയമായിട്ട് തരുന്നു. അതേപോലെ തന്നെയാണ് ഈ നൊട്ടേഷൻ നമ്പർ ആയിട്ട് നമ്മൾ ബുക്കിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്.
ബ്രെവിറ്റി ഈസ് ഇംപ്ലൈഡ്. ദാറ്റ് ഇസ് ബ്രെവിറ്റി ഈസ് സംക്ഷിപ്ത രൂപം, അതായത് വളരെ ചുരുക്കമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു ബുക്കിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നൊട്ടേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻസ്. നമ്മുടെ ഡെറിവേറ്റീവ് ഡെസിമൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ ഡെസിമൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇപ്പൊ എന്തൊക്കെയാ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എല്ലാ ഡെസിമൽ ഫ്രാക്ഷൻസും ഒരു ഹോൾ നമ്പറിനെ പ്രിസൈഡ് ചെയ്ത് ഹോൾ നമ്പർ ഫോളോ ചെയ്തിട്ടാവും. അതിന് മുന്നായിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും. ഇപ്പൊ 10.5 റീഡ് ആസ് 10.5. അപ്പൊ പോയിന്റ് ആണ് അവിടെ ഡെസിമൽ ആയിട്ട് നമ്മളൊരു ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 0.92 സിംപ്ലി ഡെസിമൽ 0.92. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. അപ്പോ ഒരുപാട് ഡെസിമൽ ഫ്രാക്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റഗ്രൽ നമ്പേഴ്സ് പൊസസ് ചെയ്യാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഈ ഡെസിമൽ ഫ്രാക്ഷൻസിനകത്ത് ഉണ്ട്. ദെൻ എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് നോക്കാം. കോൺസ്റ്റന്റ് പ്ലേസ് വാല്യൂ. അവിടെ എന്തോ ഒന്ന് കോൺസ്റ്റന്റ് ആണ്. എന്താണ് കോൺസ്റ്റന്റ്? പ്ലേസ് വാല്യൂ ആണ് അവിടെ കോൺസ്റ്റന്റ്. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷന് ശേഷം ഒരു ഡിജിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സ് അവിടെ അവരുടെ പ്ലേസ് വാല്യൂ ചേഞ്ച് ആവുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. 52 എന്നൊരു നമ്പർ, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഒരു 5 കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്പർ ഉണ്ടല്ലോ 52 എന്നുള്ളത്, അതിന്റെ പ്ലേസ് വാല്യൂ അവിടെ ചേഞ്ച് ആവുന്നില്ല. ബട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഹോൾ നമ്പേഴ്സിന് ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറയണ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസിമൽ ഫ്രാക്ഷനകത്തുള്ള ഓരോ ഡിജിറ്റിനും അതിൻ്റെതായ ഫിക്സഡ് അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സിനെ അവിടെ കണക്കാക്കുന്നില്ല, ഫിക്സഡ് വാല്യൂ ഉണ്ട് ഓരോ ഡിജിറ്റിനും. അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ എന്താ പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പറിന്റെ പ്ലേസ് വാല്യൂ അവിടെ ചേഞ്ച് ആവുന്നില്ല. അതാണ് കോൺസ്റ്റന്റ് പ്ലേസ് വാല്യൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി ഓഫ് റൈറ്റ് ആൻഡ് സീറോ. സൂപ്പർ ഫ്ലൂയിഡിറ്റി പറഞ്ഞ എന്താണ്? അൺനെസസറി, ആവശ്യമില്ലാത്തത് എന്തോ ആണ്. 9.5 9.5ന് ശേഷം 0 ഇട്ടു, 9.50. ഒരിക്കലും 9.50 വായിക്കരുത്, 9.50. പോയിന്റിന് ശേഷമുള്ള നമ്പർ എപ്പോഴും ഡിജിറ്റ് വൈസ് തന്നെ നമ്മൾ വായിക്കാം. അപ്പൊ 9.50. ബട്ട് അതിന്റെ വാല്യൂ എന്താണ്? 9.5 തന്നെയാണ്. അപ്പൊ അവിടെ 0 അവിടെ വാല്യൂ ഇല്ല, 0 ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പൊ 9.500 ഇട്ടു, പക്ഷെ അതെല്ലാം എന്താ 9.5 ആണ്. ബട്ട് ഇവിടെ നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്യും? ഏത് ഡിജിറ്റിനാണ് ഹയർ വാല്യൂ എന്ന് നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്യും? അതിന്റെ ഇനീഷ്യൽ ഡിജിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടോട്ടൽ ഡിജിറ്റ്സ്. ഇപ്പൊ ഡെസിമൽ 3 നോക്കി, ഡെസിമൽ 1559. ഇതിന്റെ ഇനീഷ്യൽ ഡിജിറ്റ് ഏതിനാണ് വലുത്? 3ക്കാണ് വലുത്. അപ്പൊ ഡെസിമൽ 3 ഈസ് ഗ്രേറ്റർ ദാൻ ഡെസിമൽ 1559. ഓക്കെ, അതാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി ഓഫ് റൈറ്റ് ആൻഡ് സീറോ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഓർഡിനൽ വാല്യൂ ഓഫ് ഡിജിറ്റ്സ്. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ആണ്. നമ്പേഴ്സ് ഓർ സിംബൽസ് ഇൻഡിക്കേറ്റ് സീക്വൻസ് ഓൺലി. അപ്പോ അതൊരിക്കലും കാർഡിനൽ വാല്യൂ പൊസസ് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റി പൊസസ് ചെയ്യുന്നില്ല, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പൊസസ് ചെയ്യുന്നില്ല. അപ്പൊ 953 കംസ് ബിഫോർ 954. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സബ്ജക്ട് ലൈബ്രറിയിനകത്ത് എടുക്കുകയാണ്. ഒരു സബ്ജക്റ്റിനകത്ത് നമ്പർ എന്ന് പറയുന്നത് 953യും നെക്സ്റ്റ് സബ്ജക്റ്റ് നമ്പർ എന്ന് പറയുന്നത് 954. നമ്മൾ 953 വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് 954 അവിടെ വെക്കുന്നത്. അപ്പോ ഒരു സീക്വൻസ് ആയിട്ടാണ് അത് പോകുന്നത്. അപ്പൊ അതായത് 953ക്കാണ് ഹയർ വാല്യൂ എന്നുകൊണ്ടല്ല നമ്മൾ ആദ്യം അത് വെക്കുന്നത്. ഇവിടെ ലേറ്റർ ക്വസ്റ്റ്യൻ ഡസ് നോട്ട് മീൻ മോർ ഇമ്പോർട്ടൻസ്. അതായത് ഇതൊരു സീക്വൻസ് ആയിട്ടാണ് അത് പോകുന്നത്. ഒരിക്കലും അത് എത്രത്തോളം ഉണ്ട്, ഹൗ മച്ച് ക്വാണ്ടിറ്റി അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇതൊരു സീക്വൻസ് ആണ്, ഓർഡിനൽ ഓൺലി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു? ഡെസിമലിന്റെ കോൺസെപ്റ്റ് നമ്മൾ നോക്കി. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? കോൺസ്റ്റന്റ് പ്ലേസ് വാല്യൂ, സൂപ്പർ ഫ്ലൂയിഡിറ്റി ഓഫ് ദ റൈറ്റ് ആൻഡ് സീറോ, ദെൻ ഓർഡിനൽ വാല്യൂ ഓഫ് ദ ഡിജിറ്റ്സ്. ഇനി ഡെപ്പിക്ഷൻ ഓഫ് ഹൈറാർക്കി. ഡിവൈഡ് ഡെസിമൽ ക്ലാസിഫിക്കേഷൻ അകത്ത് തന്നെ ഹൈറാർക്കി ഇവിടെ മെയിൻറ്റെയിൻ എന്താണ് ചെയ്യുന്നത്? നൊട്ടേഷൻ എന്താണ്? ഡിറ്റർമൈൻസ് ദ റിലേറ്റീവ് സ്റ്റേറ്റസ്. അതായത് ഒരു നൊട്ടേഷൻ റിലേറ്റീവ് സ്റ്റേറ്റസിനെ കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻ, ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് എ സബ്ജക്ട്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് 5 എടുത്തു, അതിന് താഴെ നമ്മൾ 51 എഴുതി. ഈ 51 എന്നുള്ളത് 5ന്റെ സബോർഡിനേറ്റ് ആണ്. 515 താഴെ എഴുതി. 515 എന്നുള്ളത് അതിന്റെ മുകളിലുള്ള 51ന്റെ പാർട്ട് ഓഫ് 51 അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫ് 51 ആണ്. അപ്പൊ കോർഡിനേഷൻ, സബോർഡിനേഷൻ ഓഫ് സബ്ജക്റ്റ് ആണ് നമ്മൾ നൊട്ടേഷനിലെ ത്രൂ നമ്മൾ ഈ ഹൈറാർക്കി ക്ലാസിഫിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ ബേസിക് പ്ലാൻ നമ്മൾ പറഞ്ഞു. DDC 19th എഡിഷനിലെ 10 മെയിൻ ക്ലാസ്സസ് ഉണ്ട്. ഏതൊക്കെയാണ് മെയിൻ ക്ലാസ്സസ് നമുക്ക് നോക്കാം. 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 to 9 ആണ്, അതായത് 1 to 10 അല്ല. ഇറ്റ്സ് നോട്ട് ചെയ്യണം. 0 എന്ന് പറയുന്നത് ജനറാലിറ്റീസ്, 1 ഫിലോസഫി ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിൻസ്, 2 റിലീജിയൻ, 3 സോഷ്യൽ സയൻസസ്, 4 ലാംഗ്വേജ്, 5 പ്യുവർ സയൻസസ്, 6 ടെക്നോളജി, 7 ദ ആർട്സ്, 8 ലിറ്ററേച്ചർ, 9 ജിയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോന്ന് പഠിക്കുന്നുണ്ട്. അപ്പോ
മിനിമം 3 ഡിജിറ്റ്സ് എന്നൊരു കൺവെൻഷൻ ഉണ്ട്. അതായത് ഒരു DDC നമ്പറും 3 ഡിജിറ്റ്സിൽ കുറവായിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറയണം സീറോ ജനറാലിറ്റീസ് ആണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ 000 ആയിട്ട് നമ്മൾ വേണം മെൻഷൻ ചെയ്യാൻ. അപ്പോ ജസ്റ്റ് ഇപ്പൊ 5 എന്ന് പറയാണ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് നമ്മൾ മാറ്റും. നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് സീറോയില് 0 ആഡ് ചെയ്ത് 3 ഡിജിറ്റ്സ് ആക്കണം. അപ്പൊ 3 ഡിജിറ്റ്സ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് 0 എന്നുള്ളത്. അപ്പൊ നമ്മൾ അതേപോലെ 5 ആണെങ്കിൽ 0.5 എന്നായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ 5 മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള നോട്ടും പോയിന്റും നമ്മളവിടെ ഒമിറ്റ് ചെയ്യണം. പറയുന്ന സമയം ജസ്റ്റ് 5 എന്ന് പറയാം, പക്ഷെ 0.5 എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോ 512 എന്നുള്ളത് 512 എന്ന് തന്നെ നമ്മൾ റീഡ് ചെയ്യണം, നോട്ട് 512. 025.5 അങ്ങനെ തന്നെ വായിക്കണം, അതായത് 25.5 അങ്ങനെ വായിക്കരുത്. അതാണ് 3 ഡിജിറ്റ് എന്നൊരു മിനിമം കൺവെൻഷൻ ഉള്ളത്. ഇനി നമ്മൾ വോള്യത്തിലോട്ട് പോവാണ്. 3 വോള്യംസ് എന്നത് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വോള്യം ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേബിൾസ് ആണ്. ഇൻട്രൊഡക്ഷനിൽ പ്രിഫേറ്ററി മെറ്റീരിയലും ഉണ്ട്, ഓക്സിലറി ടേബിൾസും ഉണ്ട്. പ്രിഫേറ്ററി മെറ്റീരിയൽ എന്തൊക്കെയാ പറയണത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിഷേഴ്സിന്റെ ഒരു ഫോർവേഡ് പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിഫേസ് ബൈ DCEPC ചെയർമാൻ, അതായത് DCPC പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ ക്ലാസിഫിക്കേഷൻ എഡിറ്റോറിയൽ പോളിസി കമ്മിറ്റി, അവരുടെ ചെയർമാൻ ഒരു പ്രിഫേസ് DDCയിൽ പറയുന്നുണ്ട്. പിന്നെ എഡിറ്റേഴ്സ് ഇൻട്രൊഡക്ഷൻ. എഡിറ്റർ ആരായിരുന്നു? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ എ കസ്റ്റർ ആണ്. സോ ദെൻ അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? സ്ട്രക്ചർ, പ്ലാൻ, ഫീച്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൺ യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ആ എഡിറ്റേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ സബ്ജക്ട് അനാലിസിസ് നമ്പർ സിന്തസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓക്സിലറി ടേബിൾസ്, 7 ഓക്സിലറി ടേബിൾസ് ആണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് സബ് ഡിവിഷൻസ്, ഏരിയാസ്, സബ്ഡിവിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ലിറ്ററേച്ചർ, സബ്ഡിവിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ലാംഗ്വേജസ്, നാഷണൽ എത്നിക് നാഷണൽ ഗ്രൂപ്പ്സ്, ലാംഗ്വേജസ്, പേഴ്സൺസ്, ഇങ്ങനെ 7 ഓക്സിലറി ടേബിൾസ് ഉണ്ട്. ഓക്സിലറി ടേബിൾസ് എന്തൊക്കെയാ പറയുന്നുണ്ട്? ഇതാണ് വോള്യം 1 ഉള്ളത്. ദെൻ വോള്യം 2. വോള്യം 2 പറയുന്നതിന് മുന്നേ നമ്മൾ 3 സമ്മറീസ് ഉണ്ട് പറഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് ഔട്ട്ലൈൻ നോക്കാം. ഫസ്റ്റ് സമ്മറി 10 മെയിൻ ക്ലാസ്സസ് ആണ്. നമ്മൾ 10 മെയിൻ ക്ലാസ്സസ് ഏതൊക്കെയാ പറ്റും, 0 to 9 വരെ ഏതൊക്കെയാന്ന് പറഞ്ഞു. ആ 10 മെയിൻ ക്ലാസ് ഒരു ബ്രോഡസ്റ്റ് ഡിവിഷൻ ആണ്. ഇപ്പൊ ജനറാലിറ്റീസ് അല്ലെങ്കിൽ 200 റിലീജിയൻ എടുത്ത സമയത്ത് അതിനകത്ത് ഒരുപാട് എണ്ണം ഉണ്ടാവും. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. 10 മെയിൻ ക്ലാസ്സിന് വീണ്ടും ഡിവൈഡ് ചെയ്തു. അതാണ് 10 into 10 100 ഡിവിഷൻ. അത് സെക്കൻഡ് സമ്മറി. 10 മെയിൻ ക്ലാസ് എന്നുള്ളത് ഫസ്റ്റ് സമ്മറി, 100 ഡിവിഷൻസ് എന്നുള്ളത് സെക്കൻഡ് സമ്മറി. ഈ 100 ഡിവിഷൻസിനെ വീണ്ടും 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 100 into 10 1000. Then it is called 1000 sections. That is called third summary. അപ്പൊ ഈ 1000 സെക്ഷൻ ഈ 100 ഡിവിഷൻസിനെയും എന്യൂമറേറ്റ് ചെയ്യുന്നത് എല്ലാം അതിനകത്ത് ഈ 1000 സെക്ഷൻസിനകത്ത് ഉണ്ടെന്നാണ്. അതൊരു എലോബറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് 3 സമ്മറീസ്. ഇനി നമുക്ക് വോള്യം 2 ഷെഡ്യൂൾസിലേക്ക് നമുക്ക് പോവാം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹൈറാർക്കിക്കൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന വരുന്നതാണ്. ഇപ്പൊ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അതിന് മോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് എന്താണോ ഹെഡിങ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ടോട്ടൽ സബ്ജക്റ്റ് അല്ല പറയുന്നത്. അതിന്റെ റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അപ്പർ ഹെഡിങ്ങും ബ്രോഡർ ഡിസിപ്ലിനും മനസ്സിലാക്കിയിട്ട്, ആ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. 342.052 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻട്രി പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്മൾ 342 എന്താന്ന് നമ്മൾ നോക്കണം. അപ്പറിൽ നോക്കിയപ്പോ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അപ്പൊ 05 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അപ്പോ ഒരിക്കലും 342.052 എന്നുള്ളത് അതിന്റെ എക്സാക്ട് സബ്ജക്റ്റിനല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അപ്പർ ഹെഡിങ്ങും അതിന്റെ ഡിസിപ്ലിൻ 300 ഏത് ഡിസിപ്ലിൻ അകത്താ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ, ഒരു നമ്പർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. ദെൻ വോള്യം 3 റിലേറ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് ഇൻഡെക്സിൽ ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്തത് മാത്രമല്ല, ടേംസും ആ കോണ്ടെക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടി ആ റിലേറ്റീവ് ഇൻഡെക്സിൽ കാണിക്കുന്നുണ്ട്. മെൽവിൽ ഡിവൈന്റെ ഏറ്റവും എൻഡ്യൂറിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ റിലേറ്റീവ് ഇൻഡെക്സ് ആണ്. ഇതൊരു നോട്ട് ജസ്റ്റ് എ കീ, ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ആൻ DDC. ഒരു DDCയുടെ ഇന്റഗ്രൽ പാർട്ട് എന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് ഇൻഡെക്സ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് റിലേറ്റീവ് ഇൻഡെക്സ്. ഓക്കെ. ഇതൊക്കെയാണ് 3 വോള്യംസ് ഉള്ളത്. നമുക്ക് 3 വോള്യംസ് ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് വോള്യം എന്തൊക്കെയായിരുന്നു? ഇൻട്രൊഡക്ഷൻ ആൻഡ് ഷെഡ്യൂൾസ്. സെക്കൻഡ് വോള്യം പറഞ്ഞു. തേർഡ് വോള്യം റിലേറ്റീവ് ഇൻഡെക്സ് ആണെന്ന് പറയും. ദാറ്റ്സ് അബൌട്ട് ദ 3 വോള്യംസ്. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഒരു എന്തോ ഒരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടൂളാണ് ഇവിടെ ദ ഡോട്ടും സ്പേസസും. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ക്ലാസ് നമ്പർ 3 ഡിജിറ്റ്, നമ്മൾ മിനിമം പറഞ്ഞു 3 ഡിജിറ്റ്സ് ആണ് ഒരു ഡിജിറ്റ്സിൽ വേണ്ടതെന്ന് പറഞ്ഞു. ആ 3 ഡിജിറ്റ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4th ഡിജിറ്റിന്റെ ഇടയിലായിട്ട് നമ്മളൊരു ഡോട്ട് ഇടും. 3rd ഡിജിറ്റിന്റെയും 4th ഡിജിറ്റിന്റെയും മിഡിലായിട്ട് നമ്മളൊരു ഡോട്ട് ഇടും. അതാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ 324.3, 32 ഇനി അടുത്തത് 3ന് ശേഷം വരുന്നുണ്ടെങ്കിൽ 362.14. അപ്പോ ഇവിടെ ഒരു മൊണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോയിന്റ് ഇടുന്നത്. അത് മെമ്മറൈസ് ചെയ്യാനും എളുപ്പം പെടും. അതൊരു മാത്തമാറ്റിക്കൽ ഡെസിമൽ പോയിന്റ് അല്ല എന്നുള്ളതോടെ മനസ്സിലാക്കാം. ഈ നെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് സ്പേസസ്. ഇപ്പൊ നമ്മൾ 3 ഡിജിറ്റിലെ ബിയോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡോട്ട് ഉപയോഗിക്കുക. 6 ഡിജിറ്റിലെ ബിയോണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ 7th ഡിജിറ്റിന്റെ ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം, സ്പേസ് ആണ് കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് 3 ഡിജിറ്റ് കഴിഞ്ഞു, ഡോട്ട് ഇട്ടു, പിന്നെ വീണ്ടും 3 ഡിജിറ്റ് കഴിഞ്ഞു, പിന്നെ നമ്മൾ ഇടേണ്ടത് സ്പേസ് ഇട്ടിട്ട് വേണം 6th ഡിജിറ്റ് കൊടുക്കാൻ. ഈ സ്പേസസിനും ഡോട്ടിനും പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല, അതൊരു കണക്ടിങ് സിമ്പിൾ മാത്രമാണ്. ദാറ്റ്സ് അബൌട്ട് ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഡോട്ടും സ്പേസ്. അപ്പൊ ഡോട്ടും സ്പേസും എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ നമ്പേഴ്സ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. DDC നമുക്ക് ഷെഡ്യൂൾ നമ്മൾ വരും യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്പർ പ്രാക്ടിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള നമ്പർ കാണും, അതൊന്നും നമ്മൾ എടുക്കൂല. ഈ സ്ക്വയർ ബ്രാക്കറ്റിന് എൻക്ലോസ് ചെയ്ത നമ്പർ ഒന്നും നോ മോർ ഇൻ യൂസ് ആൻഡ് എംപ്റ്റി ഓഫ് മീനിങ്. അതിന് മീനിങ്ങും ഇല്ല, അതിന് ഉപയോഗമില്ല. എന്റെ എക്സാമ്പിൾ ആണ് സ്ക്വയർ ബ്രാക്കറ്റിൽ 309 എന്നത്, സോഷ്യൽ സിറ്റുവേഷൻ. പിന്നെ അൺഅസൈൻഡ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തുള്ള മീനിങ് ഉണ്ട്. അതെന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് ബ്രാക്കറ്റഡ് നമ്പേഴ്സ് 1 to 3. ഫസ്റ്റ് വൺ നെവർ അസൈൻഡ്. അത് ഒരിക്കലും അസൈൻ ചെയ്തിട്ടില്ല ആ DDCനകത്ത്, ഒരു ഹെഡിങ്ങിനകത്തോ അതിന് മീനിങ് ഇല്ല, അതാണ് നെവർ അസൈൻഡ്. സെക്കൻഡ് ആണ് അൺഅസൈൻഡ്. അതായത് പ്രീവിയസ് എഡിഷൻ വരെ അത് വാക്കന്റ് ആണ്, ബട്ട് അത് ഏതോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എഡിഷനിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്രാക്കറ്റിൽ 040 എന്ന് എടുത്തിട്ടുണ്ട്, ബട്ട് അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അല്ലാത്ത ബ്രാക്കറ്റിൽ അത് എഡിഷൻ 60 യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും എഡിഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും, വേറെ എഡിഷനിലായിരിക്കുന്നു മാത്രം. തേർഡ് വൺ ആണ് ലെഫ്റ്റ് വേക്കന്റ് ഓൺലി. 19th എഡിഷനിൽ ലെഫ്റ്റ് വേക്കന്റ് ആണ്, ബട്ട് അത് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് സെയിം എഡിഷൻ തന്നെയാണ്. നമ്മൾ അൺഅസൈൻഡില് വേറെ എഡിഷനിലാണ് അത് അസൈൻ ചെയ്തിട്ടുണ്ടാവാന്ന് പറഞ്ഞു, പക്ഷെ ലെഫ്റ്റ് വേക്കന്റ് ഓൺലിയിൽ അത് ആ എഡിഷനിൽ തന്നെ അത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രാക്കറ്റിൽ 329 എന്ന് പറയും, ബട്ട് അത് 329ന്റെ കോൺസെപ്റ്റ് ക്ലാസ്സിൽ 324ലും ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് 3 ടൈപ്സ് ഓഫ് ബ്രാക്കറ്റ്: നെവർ അസൈൻഡ്, അൺഅസൈൻഡ്, ലെഫ്റ്റ് വേക്കന്റ് ഓൺലി. ദെൻ ഫോർത്ത് വൺ ആണ് ഓപ്ഷണൽ ക്ലാസ് നമ്പർ. അതായത് സബ്ജക്റ്റിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. ഒരു ലൈബ്രറീസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റണം എന്ന ആഗ്രഹമില്ല, അവിടെ ഓൾഡ് നമ്പേഴ്സിന് റീറ്റെയിൻ ചെയ്തെടുക്കുക. അത് നമ്മുടെ ലൈബ്രറിയൻസിന്റെ ഒരു ഓപ്ഷനാണ്, നമ്മൾ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പൊ 925 എന്നുള്ളത് സയന്റിസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് അത് 500ൽ ഉപയോഗിക്കാം. മാത്തമാറ്റിക്സ് ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ നമ്മൾ 500 സയൻസിന്റെ ഇതിൽ നോക്കാം, 925ന്റെ ഇതിൽ നോക്കാം, ബിബ്ലിയോഗ്രഫിയിൽ നോക്കാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രിഫർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷണൽ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ യൂസ് ചെയ്ത് പോകാം. അതാണ് ഓപ്ഷണൽ ക്ലാസ്. നമുക്ക് വിട്ട് തന്നിരിക്കുകയാണ് DDC ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത്. ഫിഫ്ത് വൺ ആണ് ഫോർമർലി നോസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് എഡിഷനിൽ അത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ പ്രീവിയസ് എഡിഷൻ ഫോർ എ സബ്ജക്ട് നൗ റീലൊക്കേറ്റഡ്. 002 എന്നുള്ളത് ദ ബുക്ക് ആണ്, അത് ഫോർമർലി എന്നുള്ളതാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഉണ്ടാവുക. അവിടെ അത് റീലൊക്കേറ്റ് ചെയ്തിരിക്കും, ഈ നമ്പർ ഇതിലോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് ഫോർമർലി. ഫോർമർലി എന്നുള്ളത് ഇറ്റാലിക്സിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ ഇതാണ് ടൈപ്സ് ഓഫ് ബ്രാക്കറ്റഡ് നമ്പേഴ്സ്. നമുക്ക് ഒബ്സൊലീറ്റ് എന്താന്ന് നോക്കാം, ഓപ്ഷണൽ എന്താണ്. ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല, അത് വേണ്ട നമുക്ക്. ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് ഓപ്ഷനായി DDC നമുക്ക് വിട്ട് തന്നിരിക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. That's about the difference between the obsolete and optional numbers. Then we can note to the lecture summary. DDC 19th edition 1979 comprises 3 volumes ആണ്: ടേബിൾസ്, ഷെഡ്യൂൾസ്, ഇൻഡെക്സ്. 7 ടേബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഷെഡ്യൂൾസ് ഡിസ്കസ് ചെയ്തു, റിലേറ്റീവ് ഇൻഡെക്സ് ഡിസ്കസ് ചെയ്തു. റിലേറ്റീവ് ഇൻഡെക്സ് ആണ് മെൽവിൽ ഡിവൈന്റെ ഒരു കോൺട്രിബ്യൂഷൻ, എൻഡ്യൂറിംഗ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നൊട്ടേഷൻ 0 to 9 ആണ്. നമ്മൾ മിനിമം 3 ഡിജിറ്റ്സ് വേണം, ഒരു ഹൈറാർക്കി ആണ്, ഒരു
സബോർഡിനേഷൻ ആണ്. ക്ലാസ്സസും അതിന്റെ സബോർഡിനേറ്റ് ക്ലാസ്സസും തമ്മിലൊരു മിക്സഡ് ആയിട്ടുള്ളൊരു നൊട്ടേഷൻ, ഡെസിമൽ ഫ്രാക്ഷൻസ് ആണിത്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്തു, ഡോട്ട് ആഫ്റ്റർ തേർഡ് ഡിജിറ്റും സ്പേസ് ആഫ്റ്റർ സിക്സ്ത് ഡിജിറ്റും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ ടൈപ്സ് ഓഫ് ബ്രാക്കറ്റ്സ്, സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് ഉപയോഗിക്കുന്നത് നോട്ട് ടു ബി യൂസ്ഡ്, എം ടി ആണ്. അത് മീനിങ് ഒന്നുമില്ല, ഒന്നില്ലെങ്കിൽ അത് എം ടി, അത് റീലൊക്കേറ്റ് ചെയ്തു, നമുക്ക് ഓപ്ഷണലാണ്. ഇതാണ്. അപ്പോ DDC എന്ന് പറയണത് ഒരു യൂണിവേഴ്സ് ഓഫ് നോളേജിന്റെ ഒരു യൂണിറ്റി, അതായത് എല്ലാ സബ്ജക്റ്റിനെയും ഉൾക്കൊള്ളിപ്പിച്ചിട്ട് ഒരു യൂണിറ്റി ആയിട്ട് നമുക്കൊരു ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ സബ്ജക്റ്റിനെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു നൊട്ടേഷൻ, അതായത് നമ്പർ ഡെസിമൽ ഫ്രാക്ഷനിലോട്ട് നമ്മൾ മാറ്റുകയാണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ വരുന്ന യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു സമ്മറി ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തത്. That's all about the DDC 19th edition Introduction Structure and Organization. That's all. Thank you.